ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഈ ക്വാർട്ടറിലെ 9ാമത്തെ പാഠത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. പ്രാപഞ്ചിക പോരാട്ടം. പാഠപഠനത്തിനായിട്ട് നമുക്ക് തന്നിട്ടുള്ള വേദഭാഗങ്ങൾ മത്തായിയുടെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം, യെശയ്യാവിൻ്റെ പുസ്തകം, എസ്കേൽ പ്രവാചകന്റെ പുസ്തകം, വെളിപ്പാട് എന്നീ ഭാഗങ്ങളിൽ നിന്നുള്ള വേദഭാഗങ്ങളാണ് നാം ഈ ആഴ്ചത്തെ പാഠപഠനത്തിനായിട്ട് എടുക്കുന്നത്. നമ്മുടെ മനപ്പാഠവാക്യം ഉൽപ്പത്തി 3:15 ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഇതാണ് നമ്മുടെ മനപ്പാഠവാക്യം. പാഠപഠനത്തിന് മുമ്പായിട്ട് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണാസമ്പന്നനായ സ്വർഗ്ഗീയ എഴുത്തിട്ട് പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യത്തിലായിരിക്കാനും അങ്ങേ ആരാധിപ്പാനും സ്തുതിപ്പാനും നൽകിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഇന്ന് അടിയങ്ങൾ പഠിക്കുന്ന പാഠങ്ങൾ അടിയങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കാൻ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പഠിപ്പിക്കുന്ന അടിയനെയും കേൾക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാണമേ. ദൈവമേ, അങ്ങയുടെ ആശയത്തിന് വിരുദ്ധമായിട്ടുള്ള ചിന്തകളോ സംഭാഷണങ്ങളോ ഒന്നും അടിയങ്ങളുടെ പാഠപഠനത്തിൽ ഉണ്ടാവാൻ ഇടവരുത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സന്നിധിയിലേക്ക് അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. മാനവമഹത്വം എടുക്കുമാറാണമെന്ന് അടിയങ്ങൾക്ക് ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ താഴെ അപേക്ഷിക്കുന്നവരുടെ കേൾക്കുമാറാണമേ. ആമേൻ. ഈ ആഴ്ചത്തെ പാഠം പ്രാപഞ്ചിക പോരാട്ടം എന്ന പാഠമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, വേദവചനത്തിൻ്റെ അല്ലെങ്കിൽ തിരുവെഴുത്തിൻ്റെ കേന്ദ്ര ആശയം എന്ന് പറയുന്നത് സാത്താനും ദൈവവും തമ്മിലുള്ള ഈ പ്രാപഞ്ചിക പോരാട്ടത്തെക്കുറിച്ചാണ്. എന്നാൽ നമ്മൾ പലപ്പോഴും ഇതിനെ അവഗണിച്ച് കളയുക അല്ലെങ്കിൽ നിസ്സാരമാക്കി കളയാറുണ്ട്. ഇത് വലിയൊരു ആശയമായിട്ട് നമ്മൾ പലപ്പോഴും ഇതിനെ എടുക്കാറില്ല. എന്നാൽ ഈ ആഴ്ചത്തെ പാഠം നമ്മൾ പഠിക്കുമ്പോൾ നാം ഓരോരുത്തരും ഈ പ്രാപഞ്ചിക പോരാട്ടത്തിൻ്റെ ഓരോ പടയാളികളാണ് എന്നും നമുക്ക് തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഏത് ഭാഗത്ത് നിൽക്കണം, നന്മയോടുകൂടി നിൽക്കണമോ തിന്മയോടുകൂടി നിൽക്കണമോ എന്നുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ട് എന്നും, എന്നാൽ നമ്മുടെ തിരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ വിജയം എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ ഈ പാഠപഠനത്തിലൂടെ തിരുവചനത്തിൽ എവിടെയാണ് ദൈവവും സാത്താനും തമ്മിലുള്ള ഈ പോരാട്ടത്തെക്കുറിച്ച് പരാമർശിക്കുന്നതെന്നും അതിൻ്റെ സ്വഭാവം എന്താണെന്നും നമുക്കതിലുള്ള പങ്കാളിത്തം എന്താണ് എന്നുള്ളത് നമ്മൾ ഈ ക്വാർട്ടറിലെ ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കുവാനായിട്ട് പോവുകയാണ്. നമുക്കറിയാം, നമ്മൾ ഞായറാഴ്ചത്തിലേക്ക് പാഠത്തിലേക്ക് വരുമ്പോൾ ഒരു ശത്രു ഇത് ചെയ്തു എന്നാണ് അവിടെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 24 മുതൽ 27 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് ഒരു ഉപമ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ ഉപമ ഇപ്രകാരമാണ്: ഒരു വയലിൽ അവിടെ വിത്ത് വിതയ്ക്കുകയാണ്. യജമാനൻ വിത്ത് വിതയ്ക്കുന്നു. വിതയ്ക്കുന്നത് നല്ല മേത്തരമായ നല്ല വിത്താണ് ആ വയലിൽ വിതയ്ക്കുന്നത്. എന്നാൽ ഈ വിത്ത് വിതയ്ക്കുകയും അതിനുശേഷം യജമാനൻ അവിടുന്ന് പോവുകയും ചെയ്തു. തൻ്റെ ദാസന്മാരെ വീണ്ടും ഈ വയലിൽ ചെന്ന് ഈ വിത്തുകളുടെ വളർച്ച എത്രമാത്രം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി അവർ ഈ വയലിൽ എത്തിയപ്പോൾ അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം ഏറ്റവും മേത്തരമായ വിത്തുകളാണ് ആ വയലിൽ വിതച്ചിരിക്കുന്നതെന്ന് ദാസന്മാർക്കറിയാം. എന്നാൽ അതിനോടൊപ്പം എന്ത് വളർന്നിരിക്കുന്നു? കളയും അതിനോടൊപ്പം വളർന്നു വന്നിരിക്കുകയാണ്. രണ്ടും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആ വയൽ മുഴുവൻ കളയും നല്ല വിത്തും ഒരുമിച്ച് വളർന്നു വന്നിരിക്കുന്നതായിട്ട് കാണുന്നു. ഇവരെ തിരിച്ച് ഈ യജമാനൻ്റെ അടുത്ത് എന്ന് പറയുന്നു, യജമാനെ, നമ്മൾ നല്ല വിത്തല്ലയോ വിതച്ചത്? കള എവിടെ നിന്ന് വന്നു എന്ന് അവിടെ ചോദിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അവിടെ പറയുന്നു, കള ശത്രു വിതച്ചതാവുന്നു എന്ന് അവിടെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു. ദാസന്മാർ പറയുന്നുണ്ട്, ഞങ്ങൾ പോയി കളയെല്ലാം പറിച്ച് ഇപ്പോഴേ കളഞ്ഞേക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ യജമാനൻ പറയുന്നു, നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഇപ്പോൾ അതിനുള്ള സമയമായിട്ടില്ല, അത് രണ്ടും കൊയ്ത്തോളം വളരട്ടെ, കൊയ്ത്തിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കളകളെ പറിച്ചു കൂട്ടി കത്തിച്ച് കളയുകയും നല്ല വിത്തിനെ നമുക്ക് നമ്മുടെ ഭണ്ഡാരത്തിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാമെന്ന് അവിടെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു. നമുക്കറിയാം, ഈ ഉപമയിലൂടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നു, വയലെന്ന് പറയുന്നത് ലോകമാണ്, വിത്ത് വിതയ്ക്കുന്നത് മനുഷ്യപുത്രനാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. കള എന്ന് പറയുന്നത് സാത്താൻ്റെ കൂടെയുള്ളവരും സാത്താനും അവൻ്റെ പങ്കാളികളുമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നല്ല വിത്ത് നാം ഓരോരുത്തരുമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ഇവിടെ ഒരു ഉപദേശം അവിടെ യജമാനൻ കൊടുക്കുന്നത്, നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യേണ്ട, ഈ കളയെ പറിച്ച് കളയണ്ട എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗോതമ്പിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഈ കളകളെ പോലെ തന്നെയാണ് ഗോതമ്പും കാണപ്പെടുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഫലം വന്നാൽ മാത്രമേ ഇതിൽ കള ഏതാണ് അല്ലെങ്കിൽ
ഗോതമ്പ് ഏതാണ് എന്ന്, നല്ല ഗോതമ്പ് ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ പറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് സംഭവിക്കും? ഈ കള പറിച്ച് കളയുന്നതിനോടൊപ്പം നമ്മൾ നല്ല വിത്തും കൂടി എന്ത് ചെയ്യും? അത് പറിച്ച് കളയുവാൻ ഇടയാക്കും. അതിന് അവസരം നമുക്ക് തരുന്നില്ല. അതിന് പകരമായിട്ട് പറയുന്നു, രണ്ടും ഒരുമിച്ച് വളരട്ടെ. എന്തായാലും നല്ലതിനെ നമുക്ക് എന്തുകൊണ്ട് തിരിച്ചറിയാൻ സാധിക്കും? അതിൻ്റെ ഫലം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമ്മളെപ്പോഴും നമ്മുടെ ചുറ്റുമുള്ളവരെ നമ്മൾ നോക്കുമ്പോൾ, നമ്മുടെ സമൂഹത്തെ നമ്മൾ നോക്കുമ്പോൾ, നമ്മളെപ്പോഴും നമ്മുടെ ഒരു കാഴ്ചപ്പാട് കൊണ്ടാണ് നമ്മൾ അവരെ കാണുന്നത്. നമ്മൾ അവരെ അളക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലും നമുക്ക് അനുകൂലമായ രീതിയിലുമാണ് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ അളക്കുന്നത്. നമുക്ക് തോന്നാം അവർ കളയാന്ന് തോന്നാം, ചിലരെ കാണുമ്പോൾ നല്ല വിത്താണെന്ന് നമുക്ക് തോന്നാം. പക്ഷെ ഇത് തിരിച്ചറിയുവാൻ എന്ത് ചെയ്യത്തില്ല, സാധിക്കത്തില്ല. അതിൻ്റെ ഫലം വരുന്നതിന് ശേഷം, ഫലം പുറപ്പെടുവിച്ചാൽ മാത്രമേ നമുക്ക് നല്ലത് ഏതാണ്, അതിൽ കള ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ദൈവവും പറയുന്നു, ഇതെന്താണ്? ഒരുമിച്ച് വളരട്ടെ. സമയമാവുമ്പോൾ അതിൻ്റെ ഫലം കൊണ്ട് നമുക്കതിനെ തിരിച്ചറിയുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ തിങ്കളാഴ്ചത്തെ പാഠത്തിലേക്ക് വരുമ്പോൾ, ഭൂമിയിലെ പോരാട്ടത്തിൻ്റെ ആരംഭം എന്നാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏദനിൽ സൃഷ്ടിയുടെ സമയത്ത് ദൈവം അവിടെ പറയുന്നു, സകലത്തെയും സൃഷ്ടിച്ചതിന് ശേഷം 1:31 പറയുന്നു, താൻ ഉണ്ടാക്കിയതൊക്കെയും ദൈവം നോക്കി അത് എത്രയും നല്ലത് എന്ന് കണ്ടു എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ അതിനെ പൂർണ്ണമായിട്ടും സമ്പൂർണമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചതെന്നും ആ സമയത്ത് ഭൂമിയിൽ പാപമില്ലായിരുന്നു എന്നും താൻ ഉണ്ടാക്കിയതൊക്കെയും എത്രയും നല്ലത് എന്ന് കണ്ട് സകലത്തെയും അനുഗ്രഹിച്ചു എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ നമുക്കറിയാം, ഈ പഴയ പാമ്പ് എവിടെയുണ്ട്? ഈ ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്നും ദൈവം അവിടെ ആദാമിനും ഹവ്വയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം നിങ്ങൾ തിന്നുവാൻ പാടില്ല. ബാക്കി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഭക്ഷിക്കാം. ആ ഏദൻ തോട്ടത്തിലുള്ള എല്ലാം നിങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമാണ്. എന്നാൽ ഈ ഒരു പ്രത്യേക വൃക്ഷത്തിന്റെ ഫലം മാത്രം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് പറിച്ച് ഭക്ഷിക്കുവാൻ പാടില്ല എന്ന്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് ദൈവം അവർക്ക് കൊടുത്തിരുന്നു. ഇത് തെരഞ്ഞെടുപ്പിനുള്ളൊരു സ്വാതന്ത്ര്യത്തെ കാണിക്കുകയാണ്. നമുക്ക് നന്മയോ തിന്മയോ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തിന്മ ചെയ്താൽ നമ്മൾ മരിക്കും, നന്മ ചെയ്താൽ നമുക്ക് നിത്യജീവൻ ഉണ്ടാകും. എന്നാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഹവ്വ എന്ത് ചെയ്തു? ഈ പഴത്തിൽ ആകൃഷ്ടയാവുകയും സാത്താൻ അവളെ ഉപായത്തിലൂടെ ഈ പഴം പറിച്ച് ഭക്ഷിക്കുന്നതിൻ്റെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം, പാപം എന്ന് പറയുന്നത് അത് പെട്ടെന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉടലെടുക്കുന്ന ഒരു വികാരമല്ല. പലപ്പോഴായിട്ട് പല പ്രേരണാശക്തിയിലൂടെയാണ് ഇത് വരുന്നത്. ഒരു പക്ഷേ പല പ്രാവശ്യം ഈ പഴത്തിൻ്റെ സൈഡിൽ കൂടി പോയിട്ടുണ്ടായിരിക്കാം. അത് ഏറ്റവും ആകർഷകമായിട്ട് അവിടെ കണ്ണുകൾക്ക് തോന്നിയിട്ടുണ്ടാകാം. നമുക്കറിയാം, സ്ത്രീകൾ ഭംഗിയുള്ള എല്ലാ വസ്തുക്കളിലേക്കും സ്ത്രീകളുടെ കണ്ണുകൾ പെട്ടെന്ന് ആകർഷിക്കും. ഒരു ഡ്രസ്സാണെങ്കിൽ തന്നെ അത് ഏറ്റവും ഭംഗിയുള്ളത് എടുക്കണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ് സ്ത്രീകളെന്ന് പറയുന്നത്. അപ്പോൾ ഇതേ ഒരു സ്വഭാവം തന്നെ ഹവ്വയ്ക്കും ഉണ്ടായിരുന്നു. അവൾ ഈ പഴത്തിൽ ആകൃഷ്ടയായിട്ട് പലപ്പോഴും അത് ചെന്ന് വീക്ഷിച്ചിട്ടുണ്ടാകാം. ഇത് മനസ്സിലാക്കി അവരുടെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സാത്താൻ പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും അടുക്കിലേക്ക് എത്തിച്ചേരുന്നത്. ഇവിടെ സാത്താൻ ഈ ആശയം ഇവിടെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ പഴം പറിച്ചു നിന്നാൽ നിങ്ങൾ മരിക്കയില്ല നിശ്ചയം എന്നുള്ളൊരു ഉറപ്പ് സാത്താൻ കൊടുക്കുമ്പോൾ, ദൈവത്തിൻ്റെ വാക്കുകളേക്കാൾ അധികമായിട്ട് എന്ത് വിശ്വസിച്ചു എന്നാണ് പറയുന്നത്? ഈ അപവാദിയുടെ അല്ലെങ്കിൽ ഈ പാമ്പിൻ്റെ വാക്കുകളെ അവൾ വിശ്വസിക്കുകയും അവൾ ആ പഴം പറിച്ച് ഭക്ഷിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. നമ്മളും പലപ്പോഴും ഇതുപോലെയാണ്. നമുക്ക് പലപ്പോഴും സത്യത്തെ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? മാറ്റിക്കളയുകയും ഏഷണി പറയുന്ന കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ഏഷണിയിലൂടെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളെ നമ്മൾ കൂടുതൽ വിശ്വാസം അർപ്പിക്കുകയും അങ്ങനത്തെ നിലപാടുകളും തെറ്റായ ആശയങ്ങളും ഒക്കെ നമ്മൾ ഉൾക്കൊള്ളുകയും പലപ്പോഴും ചെയ്യാറുണ്ട്. ഇവിടെ ഈ പാപം ഈ ലോകത്ത് പ്രവേശിച്ചു എങ്കിലും നമുക്കറിയാം, ഹവ്വ ആ പഴം പറിച്ചു തിന്നു. ഹവ്വയ്ക്ക് ഒരു പ്രത്യേകതയും തോന്നിയില്ല, അതായത് മാറ്റമൊന്നും അവൾക്ക് തോന്നിയില്ല. അവൾ മരിച്ചില്ല, അവിടെ കണ്ണു തുറന്നു എന്ന് അവൾ കണ്ടു, അവിടെ ഭർത്താവിനെ കൊണ്ട് തീറ്റിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? പാപം ഈ ഭൂമിയിലേക്ക്, ആദാം പഴം ഭക്ഷിച്ചതോടുകൂടി പാപം ഈ ഭൂമിയിലേക്ക് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ പാപം ഈ ഭൂമിയിലേക്ക് വന്നുവെങ്കിലും ദൈവം എന്ത് ചെയ്തു? അതിന് ഒരു പരിഹാരത്തെ ലോകാരംഭത്തിന് മുമ്പ് തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ലോകാരംഭത്തിന് മുമ്പ് തന്നെ അറുക്കപ്പെട്ട കുഞ്ഞാടാണ് കർത്താവായ യേശുക്രിസ്തു. നമുക്കറിയാം, ഈ ഒരു നിത്യ സുവിശേഷത്തെ
അല്ലെങ്കിൽ മാനവരാശി പാപത്തിൽ വീണുപോയ ഈ മാനവരാശിയുടെ മൊത്തം ഉദ്ധാരണത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ കുഞ്ഞാടിനെ എവിടെ നമുക്ക് കാണുവാൻ സാധിക്കും? ഈ ഉൽപ്പത്തി 3-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഈ സുവിശേഷത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുതന്നെയാണ് നമ്മുടെ മനപ്പാഠവാക്യവും. എന്താണ് നമ്മുടെ മനപ്പാഠവാക്യം? ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. നമുക്കറിയാം കാൽവറിയിൽ വെച്ച് ഈ പഴയ സാത്താനെ അല്ലെങ്കിൽ ഈ പഴയ പാമ്പിനെ ആര് തോൽപ്പിച്ചു കളഞ്ഞു? കർത്താവായ യേശുക്രിസ്തു തോൽപ്പിച്ചു കളഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇതാണ് സുവിശേഷത്തെക്കുറിച്ച് ആദ്യമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗം. ഉൽപ്പത്തി 3:15 പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണെങ്കിലും പാപം ഈ ഭൂമിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു, അതിന് തെരഞ്ഞെടുപ്പ് നമ്മൾ നടത്തി കഴിഞ്ഞു. ഇനി മുമ്പോട്ട് എങ്ങനെ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് നമ്മൾ ജീവിക്കും എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഫലത്താൽ അറിയാം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നത്? വളർത്തിക്കൊണ്ട് വരുന്നത്. നമുക്ക് കളയായിട്ടാണോ നമ്മൾ വളരുന്നത്, അതോ നമ്മൾ നല്ല മേത്തരമായ ഗോതമ്പായിട്ടാണോ വളരുന്നത് എന്ന് നമ്മുടെ ഫലത്തിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് നമ്മളെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. അപ്പം അതിനുള്ള ഒരു ഉപാധിയാണ് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ വഹിച്ചത്. കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മൾ മനസ്സോടെ സ്വീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പാപത്തിന് ഏക പരിഹാരം കർത്താവായ യേശുക്രിസ്തു ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ആ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിനൊത്ത് നമ്മൾ ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മൾ മേത്തരമായ ഗോതമ്പായി തീരുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, നമുക്കറിയാം ഏതെനിൽ ഈ പാപം ഉത്ഭവിച്ചു കഴിഞ്ഞു, പക്ഷെ അതിനു മുമ്പും ഒരു ഉത്ഭവമുണ്ട് അല്ലേ? അതെവിടെയാണ് എന്ന് നമുക്ക് നോക്കാം. കാരണം അവിടെ സ്വർഗത്തിലാണ് പാപം ഉത്ഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഉൽപ്പത്തിയിൽ പറയുന്നില്ല. എന്നാൽ നമ്മൾ മറ്റ് വേദഭാഗങ്ങളൊക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്താണ്, സ്വർഗത്തിലാണ് ഈ പാപം ആദ്യം ഉത്ഭവിച്ചത്. അപ്പം നമുക്ക് തോന്നും, ഇനി സ്വർഗത്തിൽ പാപം ഉത്ഭവിക്കാൻ പറ്റുമോ? പാപമില്ലാത്തൊരിടമാണ് സ്വർഗമെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ അവിടെ എങ്ങനെ പാപം വന്നു എന്നുള്ളത് നമുക്ക് അത്ഭുതകരമായിട്ട് തോന്നും. എന്നാൽ നമുക്കറിയാം, നമുക്ക് തിരഞ്ഞെടുപ്പിനുള്ളൊരു സ്വാതന്ത്ര്യം തന്ന് മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ തന്നെയാണ് ദൈവം തൻ്റെ ദൂതന്മാരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അവർക്ക് തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഈ ഭാഗത്തിലേക്ക് വരുമ്പോൾ വെളിപാട് 12:9 പറയുന്നു, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളഞ്ഞ പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നു, സ്വർഗത്തിലൊരു യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ആ യുദ്ധത്തിൽ സാത്താൻ തോൽക്കപ്പെട്ടിരിക്കുന്നു. ആ സാത്താനെ എന്ത് ചെയ്തിരിക്കുന്നു? ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഈ സാത്താനാണ് ഹൗവ അമ്മച്ചിയെ പഴം ഭക്ഷിക്കുവാനായിട്ട് നിർബന്ധിച്ചതും അതിലൂടെ പാപം ഈ ലോകത്തിലേക്ക് പ്രവേശിച്ചതും. ഇനി എങ്ങനെയാണ് ഈ സ്വർഗീയ ദൂതനായ ഈ സാത്താൻ്റെ മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ ഈ ലൂസിഫറിൻ്റെ മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള ഒരു തെറ്റായ ചിന്താഗതി എങ്ങനെ വന്നു എന്ന് നമുക്ക് നോക്കുവാൻ സാധിക്കും. നമ്മൾ എഹെസ്കേലിൻ്റെ പുസ്തകം 28-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ലൂസിഫർ ആരായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് അവിടെ വളരെ വ്യക്തമായ ഒരു ചിത്രം നമുക്കവിടെ ലഭിക്കുവാനായിട്ട് സാധിക്കും. അവിടെ പറയുന്നത് ഇപ്രകാരമാണ്: നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബായിരുന്നു, ഞാൻ നിന്നെ വിശുദ്ധ വേദപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു, നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു, നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കാണുന്നത് വരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ കൂടുതലായിട്ട് ലൂസിഫറിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദൈവം സൃഷ്ടിച്ച ദൂതന്മാരിൽ വെച്ച് ഏറ്റവും സൗന്ദര്യമുള്ളവൻ, ഏകദേശം 9 രത്നങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. പറയാത്ത വേറെയും പല രത്നങ്ങളും കൊണ്ടാണ് അവനെ സൃഷ്ടിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും 9 രത്നങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നു. അപ്പം അത്രയ്ക്ക് സുന്ദരനായിട്ട് ആരെ സൃഷ്ടിച്ചിരിക്കുന്നു? ഈ ലൂസിഫറിനെ ദൈവം സൃഷ്ടിച്ചു. അവന് എന്താണ്, ദൈവത്തിൻ്റെ സിംഹാസനത്തിനടുത്തായിരുന്നു അവൻ്റെ സ്ഥാനമെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മൾ പിന്നീടുള്ള ഇതൊക്കെ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വായിക്കുമ്പോൾ അവിടെ പറയുന്നു, അവൻ്റെ സൗന്ദര്യം നിമിത്തം അവന് ഗർവമുണ്ടായി, അവൻ്റെ ഹൃദയത്തിൽ ഗർവമുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവൻ്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പ നിമിത്തം എന്നാണ് പറയുന്നത്. ഇവിടെ വ്യാപാരം എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? അപവാദം എന്ന് അവിടെ ഒരു അർത്ഥം വരുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ എന്താണ് പ്രവൃത്തി,
പ്രവൃത്തിയെയും അവിടെ കാണിക്കുന്നു, അല്ലെങ്കിൽ പ്രവൃത്തി ബാഹുല്യത്തെ അവിടെ കാണിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, നമ്മൾ ഈ ലോകത്തെ മനുഷ്യരെ എടുത്ത് നോക്കിയാലും സൗന്ദര്യമുള്ളവർക്കും അധികാരമുള്ളവരും അതൊരു ലഹരിയായിട്ട് അവർ ഉപയോഗിക്കാറുണ്ട്, അല്ലേ? കാരണം അവരുടെ സൗന്ദര്യത്തിലൂടെ എന്തും നേടിയെടുക്കാം എന്നുള്ളൊരു, അല്ലെങ്കിൽ ഞാൻ എന്നേക്കാൾ വലിയവനായിട്ട് ആരുമില്ല എന്ന സൗന്ദര്യമുള്ളവർ ചിന്തിക്കുകയും അധികാരമുള്ളവരെ എൻ്റെ അധികാരത്തിന് കീഴിലാണ് സകലവും എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെ സാത്താൻ്റെ ഹൃദയത്തിലും എന്തുണ്ടായി? ഈ ഒരു ഞാൻ സൗന്ദര്യമുള്ളവനാണ്, ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുന്നവനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഒപ്പമാവാനുള്ള എന്തെന്ന് പറയും, ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ എനിക്കുണ്ട് എന്ന് സാത്താൻ എന്ത് ചെയ്തു? വിശ്വസിക്കുകയും ആ അധികാരം കൈക്കലാക്കുവാൻ, ദൈവത്തിൻ്റെ അധികാരം കൈക്കലാക്കുവാൻ അവൻ ശ്രമിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ കേവലം അധികാരം കൈക്കലാക്കുക എന്നുള്ളത് മാത്രമായിരുന്നില്ല സാത്താൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ഈ ദൈവത്തെക്കുറിച്ച് അപവാദം പറയുന്ന ഒരു വ്യക്തിയായിട്ട് സാത്താൻ മാറുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇതാണ് സാത്താൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ലക്ഷ്യത്തിലാണ് സാത്താൻ ഏദനിൽ വെച്ച് വിജയിച്ചത്, അല്ലേ? നമുക്കറിയാം, ദൈവം ഇത് കഴിക്കരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്ന് പറയുമ്പോൾ അവിടെ സാത്താൻ കൊടുക്കുന്ന ഉറപ്പ് നിങ്ങൾ മരിക്കയില്ല, നിശ്ചയം എന്നാണ്, അല്ലേ? അതൊരു ഉറപ്പാണ്. നിശ്ചയം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഉറപ്പിനെ കാണിക്കുന്നു. അപ്പം ഒരാൾ പറയുകയാണ്, എന്താണ്? നിങ്ങൾ കഴിച്ചാൽ മരിക്കും. മറ്റൊരാൾ പറയുന്നു, നിങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല, അത് ഉറപ്പാണ് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പം ഈ തെരഞ്ഞെടുപ്പ് ആണ് നമ്മളെ ഓരോരുത്തരെയും ഈ പ്രാപഞ്ചിക പോരാട്ടത്തിൽ അംഗങ്ങളാക്കുന്നത്, ഏത് സൈഡിൽ നിൽക്കണം എന്നുള്ള അംഗങ്ങളാക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ചിലപ്പോഴൊക്കെ ഇത്തരത്തിൽ സാത്താൻ്റെ ഹൃദയത്തിൽ വന്നതുപോലെയുള്ള ചില തെറ്റുകൾ നമ്മുടെ ഹൃദയത്തിലും വന്നിട്ടുണ്ടായിരിക്കാം. പലതിനെക്കുറിച്ച്, നമ്മുടെ സൗന്ദര്യത്തെക്കുറിച്ചോ നമ്മുടെ അധികാരത്തെക്കുറിച്ചോ ഒക്കെ നമുക്ക് പല അഹങ്കാരങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ പറയുന്നു, ഇത്തരത്തിലുള്ള യാതൊന്നിനും സ്വർഗത്തിൽ എന്തില്ല? പ്രസക്തിയില്ല. നിനക്ക് സൗന്ദര്യമുള്ളത് കൊണ്ടോ, നിനക്ക് അധികാരമുള്ളത് കൊണ്ടോ, നിനക്ക് മറ്റെന്തെങ്കിലും സവിശേഷതകളുള്ളതോ ഒന്നുമല്ല ദൈവം നോക്കുന്നത്. ദൈവം ഓരോരുത്തരെയും നോക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ നിഷ്കളങ്കമായ ഹൃദയത്തെയാണ് നോക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, നിന്നിൽ നീതികേട് കണ്ടതുവരെ നീ എന്തായിരുന്നു? നിഷ്കളങ്കനായിരുന്നു. അപ്പം നിഷ്കളങ്കമായ ഒരു ഹൃദയമുള്ളവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ എന്തുണ്ടാവുകയുള്ളൂ? പ്രവേശനം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഇതുപോലെ അഹങ്കാരം നമ്മുടെ ഹൃദയത്തിലും ഉണ്ടെങ്കിൽ സാത്താനെ തള്ളിക്കളഞ്ഞതുപോലെ തന്നെ അന്ത്യകാലത്തിൽ നമ്മളെയും എന്ത് ചെയ്യും? ദൈവം നമ്മളെ ഓരോരുത്തരെയും ദൈവം തള്ളിക്കളയും. ഇനി ഇത്തരത്തിലുള്ള ഈ സാത്താൻ്റെ ഈ പ്രകോപനത്തെ അല്ലെങ്കിൽ ഈ പരീക്ഷകളെ നമുക്ക് എങ്ങനെ നേരിടാൻ സാധിക്കും? നാം ഓരോരുത്തരും ഈ പ്രാപഞ്ചിക പോരാട്ടത്തിൽ നാം ഓരോരുത്തരും ഉൾപ്പെട്ടിരിക്കുന്നവരാണ്, അല്ലേ? നമ്മൾ ഓരോരുത്തരും ഈ യുദ്ധം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ ഇതിനെ നമുക്ക് എങ്ങനെ നേരിടാം എന്ന് നമുക്ക് നോക്കാം. അതിന് നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല മാതൃക എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. വേറെ ഒരു മാതൃകയും നമ്മുടെ മുമ്പിലില്ല. നമുക്ക് നോക്കുവാനുള്ളത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും എങ്ങനെ കൈകാര്യം ചെയ്തുവോ അതേ രീതിയിൽ നമ്മളും അതിനെ കൈകാര്യം ചെയ്യണമെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ദൈവപുത്രനായ ക്രിസ്തുവിന് പോലും സാത്താൻ്റെ പരീക്ഷകളിൽ നിന്ന് വിടുതലുണ്ടായിരുന്നില്ല, അല്ലേ? നമുക്കറിയാം, ഇവിടെ മരുഭൂമിയിലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉപവാസത്തിന് ശേഷം വളരെ വിശപ്പ് അവനുണ്ടായിരുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ഒരു അവസ്ഥയിൽ, അതായത് കർത്താവായ യേശു ക്രിസ്തു ഏറ്റവും ക്ഷീണിതനും പരിശീലനമായിരിക്കുന്ന ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ടാണ് സാത്താൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരുന്നത്. നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓരോരുത്തരും ഈ യുദ്ധത്തിലായിരിക്കുന്നു. നമുക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാം, പ്രതികൂലങ്ങൾ ഉണ്ടാകാം. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ വ്യക്തിയാണ് നമ്മുടെ പ്രതികൂലം എന്നാണ് നമ്മൾ ചിന്തിക്കുക. അല്ലെങ്കിൽ നമുക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാരോട് നമുക്ക് വൈരാഗ്യവും വിദ്വേഷവും ഒക്കെ പലപ്പോഴും ഉണ്ടാകും. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മുമ്പിൽ ഈ നിൽക്കുന്ന വ്യക്തി അതാരാണ്? നമുക്ക് പ്രതിയോഗിയായി നിൽക്കുന്ന വ്യക്തി, ആ വ്യക്തിയല്ല നമ്മുടെ മുമ്പിൽ പ്രതിയോഗിയായി നിൽക്കുന്നത്. അതിനെ ആ കാര്യം ചെയ്യുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് ആരാണ്? തീർച്ചയായിട്ടും സാത്താനിലാണ് അതിൻ്റെ പിന്നിലെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തു എന്താണോ
തൻ്റെ പരീക്ഷണ കാലഘട്ടത്തിൽ ചെയ്തത് അത് തന്നെ നമുക്കും ചെയ്യുവാനായിട്ട് സാധിക്കും. നമുക്ക് പരിശോധിച്ച് നോക്കാം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എന്താണ് സാത്താൻ്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവിടെ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. സാത്താൻ മനസ്സിലാക്കി കർത്താവായ യേശുക്രിസ്തു പരിശീലനാണ്, വിശപ്പുള്ളവനാണ്, അവന് ആഹാരത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനോട് അവിടെ പറയുന്നുണ്ട്, നീ ദൈവമല്ലേ, ഈ കല്ലുകളോട് പറ അപ്പമാകാൻ പറയാനെന്ന് അവിടെ പറയുന്നുണ്ട് അല്ലേ. പിന്നെന്താണ് പറയുന്നത്? അവിടെ ദൈവം പറയുന്നു ഈ അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ, കർത്താവായ യേശുക്രിസ്തു പറയുന്നത് എന്താണ്? അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും അവൻ ജീവിക്കുന്നുവെന്ന് അവിടെ ഉത്തരം പറയുന്നു. അടുത്തതായിട്ട് പറയുന്നു, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാട്, നിന്നെ ആര് പിടിച്ചുകൊള്ളും? ദൈവത്തിൻ്റെ ദൂതന്മാർ പിടിച്ചുകൊള്ളും. കാരണം ദൈവമാണല്ലോ, ദൈവത്തിന് എന്തും അസാധ്യമായത് യാതൊന്നുമില്ലോ. ചാടാൻ പറയുമ്പോൾ അവിടെ പറയുന്നു, എന്താണ് പറയുന്നത്? നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് വചനത്തിൽ പറയുന്നു എന്ന് കർത്താവ് യേശുക്രിസ്തു പറയുന്നു. 3-മതായിട്ട് പറയുന്നു, നീ എന്നെ നമസ്കരിച്ചാൽ ഈ ഉള്ളതെല്ലാം നിനക്ക് തരാം അല്ലേ. ഈ കാണുന്നത് മൊത്തം, അതായത് ഈ ലോകത്തിൻ്റെ പ്രഭു പറയുകയാണ്, ഈ ലോകം മുഴുവൻ എൻ്റെ അധീനതയിൽ ഇരിക്കുകയാണ്, നീ എന്നെ ഒന്ന് നമസ്കരിക്കുകയേ വേണ്ടു, ഇത് മുഴുവൻ ഞാൻ നിനക്ക് എന്ത് ചെയ്യും? തരുമെന്ന് പറയുന്നു. അവിടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് വചനത്തിൽ പറയുന്നു എന്ന് പറയുന്നു. ഇത്രയും പറഞ്ഞതിന് ശേഷം സാത്താൻ എന്ത് ചെയ്തു? അവനെ വിട്ടുപോയി. കാരണം മനസ്സിലായി ഇവനിൽ രക്ഷയില്ല. കാരണം എന്താണ്? ഇവൻ എന്തുകൊണ്ടാണ് ഉത്തരം പറയുന്നത്? സാത്താൻ എന്തുകൊണ്ടാണ് നമ്മളോട് വാദിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം വെച്ച് തന്നെയാണ് നമ്മളോട് വാദിക്കുന്നത്. തിരിച്ച് നമ്മളും എങ്ങനെയാണ് വാദിക്കേണ്ടത്? ദൈവത്തിൻ്റെ വചനത്തിലൂടെ തന്നെ അതിനുള്ള മറുപടി നമ്മളും കൊടുക്കുവാനായിട്ട് ശ്രമിക്കണം. അതായത് കർത്താവായ യേശുക്രിസ്തു എങ്ങനെയാണോ തൻ്റെ പരീക്ഷാകാലത്തെ ഈ ദൈവവചനത്തിൽ ആശ്രയിച്ചു കൊണ്ട് നേരിട്ടത്, അതുപോലെ തന്നെ അവൻ്റെ മക്കളായ നാം ഓരോരുത്തരും ഈ ദൈവവചനത്തെ കൂടുതലായിട്ട് പ്രാർത്ഥനയോടുകൂടി പഠിക്കുകയും ആ വെളിച്ചത്തിൽ നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അത് വ്യക്തികളായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന രോഗങ്ങളായിക്കോട്ടെ, ദുഃഖങ്ങളോ ദുരിതങ്ങളോ എന്തുമായിക്കോട്ടെ, അതിനെയെല്ലാം നാം ഈ പ്രാപഞ്ചിക പോരാട്ടത്തിലാണ് എന്നും അന്തിമ വിജയം ദൈവത്തിന് തന്നെയാണ് എന്നും, എന്നാൽ നാം ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ കൂടി വ്യക്തിപരമായ വിജയമായി മാറുന്നതെന്നും നാം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവായ യേശുക്രിസ്തു എങ്ങനെയാണോ ഈ അന്ധകാര ശക്തിയോട് എതിർത്ത് നിന്നത്, അതുപോലെ തന്നെ നാമും വചനത്തിലൂടെ ഈ അന്ധകാര ശക്തിയോട് എതിർത്ത് നിൽക്കണമെന്ന് ദൈവം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ഇനി നമുക്ക് നോക്കാം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പം അവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ഈ ഒരു വാക്യത്തിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ട് അല്ലേ. അതായത് നമുക്ക് യുദ്ധമുള്ളത് നമ്മുടെ മുമ്പിൽ വരുന്ന യാതൊരു പ്രതിസന്ധിയോടുമല്ല നമുക്ക് യുദ്ധമുള്ളത്. പിന്നെയും ആരോടാണ്? ഈ സാത്താനോടും അവൻ്റെ സൈന്യത്തോടുമാണ് നാം യുദ്ധം ചെയ്യുന്നത്. ഈ യുദ്ധം നമുക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല. ഒറ്റയ്ക്ക് നമുക്ക് ഈ യുദ്ധം ചെയ്യുവാനോ ഇതിൽ വിജയിക്കുവാനോ നമുക്ക് സാധിക്കത്തില്ല. നമുക്കറിയാം, ഏത് യുദ്ധവും അത് നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും അല്ലേ. രാജാവ് ഉണ്ടാവും, സൈന്യാധിപനുണ്ടാവും. അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ഉണ്ടാവുക? വിജയം ഉണ്ടാവുക. അല്ലെങ്കിൽ ഓരോ സൈനികനും അവന് ഇഷ്ടമുള്ള പോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ആ യുദ്ധം വിജയിക്കുകയില്ല. അപ്പോൾ ഇവിടെയും പറഞ്ഞിരിക്കുന്നു, നമുക്ക് എപ്പോഴും യുദ്ധമുള്ളത് എന്തിനോടാണെന്ന് നമ്മൾ ഓർത്തുകൊള്ളണം. ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ടാകും, നഷ്ടമുണ്ടാകും, എല്ലാം ഉണ്ടാകും. പക്ഷെ ഇതൊക്കെയും ഉണ്ടാകുമ്പോൾ നമ്മളൊരു വലിയ യുദ്ധത്തിൻ്റെ ഭാഗമാണ് എന്നും ഈ യുദ്ധത്തിൽ നമുക്ക് ജയിക്കണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നമ്മളോട് കൂടിയിരുന്നാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഈ യുദ്ധത്തിൻ്റെ സ്വഭാവമാണ്. ഇപ്പം നമ്മൾ മനസ്സിലാക്കി ആരാണ് സാത്താനെന്നും സാത്താൻ്റെ ഉദ്ദേശം എന്താണെന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി ഇതിൻ്റെ എന്തുകൊണ്ട് ഈ ഒരു സ്വഭാവം സാത്താനിൽ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഈ യുദ്ധത്തിൻ്റെ ഈ പോരാട്ടത്തിൻ്റെ ഒരു സ്വഭാവം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേവലം അധികാരത്തിന് വേണ്ടി മാത്രമുള്ള ഒരു യുദ്ധമല്ല ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം സാത്താൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും ദൈവത്തെ നീതിയില്ലാത്തവനെന്നും ന്യായമില്ലാത്തവനെന്നും സ്നേഹമില്ലാത്തവനെന്നും സകല മനുഷ്യരും പറയണം. അതായത് ഈ ലോകത്തിലുള്ള ഓരോ സൃഷ്ടികളും ദൈവത്തെ തള്ളിപ്പറയുക എന്നുള്ളതാണ്
സാത്താൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ അനേകം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാറുണ്ട്. നമുക്ക് തന്നെ അറിയാം, പത്രവാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ അനേകം ആൾക്കാരെ അതിക്രൂരമായി കൊല ചെയ്യപ്പെടുന്നുണ്ട്, അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്നവരുണ്ട്, അതിക്രൂരമായി പിഞ്ചു കുഞ്ഞുങ്ങളെ അടിച്ചും മറ്റ് അപകടത്തിലൂടെയും അവരെ കൊല്ലുന്നവരുണ്ട്. അത്രയും ദുഷ്ടത നിറഞ്ഞൊരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഈ ദുഷ്ടത നിറഞ്ഞ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അനേകരും പറയാറുണ്ട്, ദൈവം എന്തുകൊണ്ടാണ് ഈ ദുഷ്ടത വരുത്തിയിരിക്കുന്നത്, ദൈവം ഇത് കാണുന്നില്ലേ എന്ന് പറഞ്ഞ് നമ്മളൊക്കെയും എന്തിനെ പഴിക്കും, ദൈവത്തെ പലപ്പോഴും പഴിക്കാറുണ്ട്. പ്രത്യേകിച്ചും പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ ഇത് ദൈവത്തിന് തടയാമായിരുന്നില്ലേ, ഇത്രയും അധികം ആൾക്കാർ 2 ലക്ഷം പേര് മരിച്ചു, 1 ലക്ഷം പേര് മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഒരു സംഭവം നമ്മളെപ്പോഴും പറയാറുള്ളതാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഇത്തരത്തിലുള്ള അപവാദം അത് ദൈവത്തിലെ മേൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് ആരുടെ സ്വഭാവമാണ്? സാത്താൻ്റെ സ്വഭാവമാണ്. അതായത് ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ തിന്മകളും അത് ദൈവത്തിൽ നിന്ന് വരുന്ന തിന്മകളാണ് എന്ന് സാത്താൻ എന്ത് ചെയ്യുന്നു? ഓരോ ആൾക്കാരുടെ ഹൃദയത്തിലും ആ ഒരു ചിന്തകളെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അപ്പം ഇത്തരത്തിലൊരു ചിന്ത വരുന്നതിൻ്റെ ഒരു ദൂഷ്യഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സാത്താൻ്റെ പക്ഷക്കാരായി മാറുകയും ദൈവമാണ് ഈ ലോകത്തിലെ സകല കുഴപ്പങ്ങൾക്കും കാരണമെന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ സാത്താനാണ് ഈ സകല പ്രശ്നത്തിനും കാരണം എന്നുള്ളത് നമ്മൾ മനഃപൂർവ്വം മറന്നുകൊണ്ട് നമ്മൾ സാത്താൻ്റെ വശം പിടിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതുകൊണ്ടാണ് യോഹന്നാൻ 8-ാം അധ്യായം അതിൻ്റെ 44-45 വായിക്കുമ്പോൾ അവിടെ കർത്താവായ യേശുക്രിസ്തു ഇവിടെ പ്രകാരം പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു, അവനിൽ സത്യം ഇല്ലായ്ക കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഫോഷ്ക്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു, അവൻ ഫോഷ്ക്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു. ഞാനോ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല എന്നവിടെ പറയുന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്. കാരണം നമ്മൾ പലപ്പോഴും സത്യത്തെ മനസ്സിലാക്കുവാൻ ശ്രമിക്കാറില്ല. നമ്മൾ വേദവചനം പഠിക്കുമ്പോൾ നമുക്ക് സത്യം പലപ്പോഴും വെളിപ്പെട്ട് വരും എന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും? ഈ ബൈബിളിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്, നന്മയെ തിന്മയായിട്ടും വെളിച്ചത്തെ ഇരുട്ടായിട്ടും കാണിക്കുന്ന ഒരു തലമുറയാണ് ഇനിയുള്ള കാലത്ത് ഉള്ളത്. അപ്പോൾ ഈ നന്മയെ എന്ത് ചെയ്യുന്നു? സാത്താൻ മൂടി വെക്കുന്നു. ദൈവത്തിൻ്റെ ഈ നന്മയെ മൂടി വെക്കുകയും അവൻ ചെയ്യുന്ന സകല കൊള്ളരുതായ്മകളും ദൈവത്തിൻ്റെ തലയിലേക്ക് ആക്കി വെക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മളവിടെ കാണുന്നു. ഇതിനെതിരെയാണ് കർത്താവായ യേശുക്രിസ്തു പറയുന്നത്, നിങ്ങൾ എന്താണ്, നിങ്ങളെല്ലാം ഈ പിശാച് എന്ന പിതാവിൻ്റെ മക്കളാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾക്ക് സത്യം സംസാരിക്കുവാൻ അറിയില്ല, നിങ്ങൾ എന്താണ്, ഫോഷ്കിലാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വെളിപാട് 12-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിയിട്ടിരിക്കുന്നു, അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഭാഗം നമ്മൾ നോക്കുമ്പം അവിടെ ആ ഒരു സാത്താൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുവാനായിട്ട് അവിടെ എന്തൊക്കെ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്? ഒന്ന് പിശാച് എന്ന് പറയുന്നുണ്ട്, അപവാദി എന്ന് പറയുന്നുണ്ട്, പഴയ പാമ്പെന്ന് പറയുന്നുണ്ട്, അല്ലെ, മഹാസർപ്പം എന്ന് പറയുന്നത്. ഇതെല്ലാം എന്തിനെ കാണിക്കുന്നത്? ഈ ലോകത്തിലെ തിന്മകളെയാണ് കാണിക്കുന്നത്, അല്ലെ. അപ്പോൾ ദൈവ മക്കളെന്ന് പറയുന്ന നമ്മൾ ഈ ലോകത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ കാണുമ്പോൾ, പ്രകൃതി ദുരന്തങ്ങളൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചൂട് ഭയങ്കര അധികം ചൂടാണ്, നമ്മൾ പറയും എൻ്റെ ദൈവമേ ഇത്രയും ചൂട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അപ്പം ഇതൊക്കെയും കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക നമ്മളെല്ലാം എന്തിൽ അടങ്ങിയിരിക്കുകയാണ്? ഒരു പ്രാപഞ്ചിക പോരാട്ടത്തിലാണ്. ഈ ഓരോ ആയുധങ്ങളായിട്ട് സാത്താൻ നമുക്കെതിരെ തൊടുത്തു വിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ മാത്രമേ കൈകാര്യം ചെയ്യാൻ സാധിക്കത്തുള്ളൂ? പ്രാർത്ഥനയോടുകൂടി, വേദപഠനത്തോടുകൂടി, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടി മാത്രമേ നമുക്ക് ഈ കാലത്തെ എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ? അതിജീവിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇനി എപ്പോഴും നമ്മൾ ഓരോരുത്തരും ഓർത്തു കൊള്ളണം, നമ്മൾ ഈ പ്രാപഞ്ചിക പോരാട്ടത്തിൻ്റെ ഒരു ഭാഗമാണ്. അവസാന ജയം എന്നുള്ളത് എന്നേ നിശ്ചയിച്ചു കഴിഞ്ഞതാണ്, അല്ലേ. ലോകസ്ഥാപനത്തിന് മുമ്പേ നിശ്ചയിച്ചു കഴിഞ്ഞാണ്. കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ഓരോരുത്തർക്കും എന്തുണ്ട്? ഈ യുദ്ധത്തിൽ വിജയമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പക്ഷക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നുകൊണ്ട് എന്തും ചെയ്യാമെന്നല്ല എൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ പക്ഷത്ത് നമ്മളായിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിലേക്ക് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ
സ്വഭാവം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അധികാരം നമ്മൾ ഉപയോഗിക്കുക. സാത്താൻ എന്താണ് വേണ്ടത്? ദൈവത്തിൻ്റെ അധികാരവും അവകാശങ്ങളുമാണ് വേണ്ടത്. നമുക്ക് എന്താണ് വേണ്ടത്? ദൈവ മക്കൾക്ക് എന്താണ് വേണ്ടത്? ദൈവത്തിൻ്റെ സ്വഭാവമാണ് വേണ്ടത്. കർത്താവായ യേശുക്രിസ്തു എന്ത് മാതൃക നമ്മുടെ മുമ്പിൽ കാണിച്ചോ അതേ മാതൃക പ്രകാരം ജീവിക്കുവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. എങ്കിൽ മാത്രമേ ഈ പ്രാപഞ്ചിക പോരാട്ടത്തിൽ വ്യക്തിപരമായിട്ടുള്ളൊരു വിജയം നമുക്ക് നേടുവാൻ സാധിക്കത്തുള്ളൂ. അല്ല എങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ നിത്യജീവൻ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ആരുടെ കൂടെ നിൽക്കണം? ഈ പ്രാപഞ്ചിക പോരാട്ടത്തിൽ ദൈവത്തിനോടും ക്രിസ്തുവിനോടും ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് നാം ഈ പോരാട്ടം നമ്മുടെ ഓരോരുത്തരുടെയും പോരാട്ടമായിട്ട് കണ്ടുകൊണ്ട് അതിനെതിരെ യുദ്ധം ചെയ്യുമ്പോഴാണ്, സാത്താനെയും അവൻ്റെ കൂട്ടരെയും തോൽപ്പിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അതിൽ നമ്മൾ വിജയിക്കുമ്പോഴാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നത്. ഇത്തരത്തിൽ ഈ പ്രാപഞ്ചിക പോരാട്ടത്തിലെ വിജയികളായി തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പാഠത്തിൻ്റെ അവസാനമായിട്ട് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണാസമ്പന്നനായ സ്വർഗ്ഗത്തിലെ പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ തിരുവാടത്തിലായിരിക്കാൻ തക്കവണ്ണം നൽകിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പം ദൈവമേ, ഇന്ന് അടിയങ്ങൾ പഠിച്ച ഈ പാഠത്തിൻ്റെ വെളിച്ചത്തിൽ അടിയങ്ങൾ ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ. ദൈവമേ, പഠിപ്പിച്ച അടിയനെയും കേൾക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ പ്രാപഞ്ചിക പോരാട്ടത്തിലെ ഒരു പടയാളിയാണ് അടിയങ്ങളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവമേ, യുദ്ധം ജയിക്കുവാനായിട്ട് അടിയങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. അടിയങ്ങൾ ഒരിക്കലും ആരും വീണു പോകാനിട വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സന്നിധിയിലേക്ക് അടിയങ്ങളെ ഓരോരുത്തരെയും താഴ്ത്തി സമർപ്പിക്കുന്നു. മാനവും മൗത്വം എടുക്കുമാറാണമെന്ന് അടിയങ്കായി ജീവജസേഷിൻ്റെ നാമത്തിൽ നമ്മുടെ അപേക്ഷിക്കുന്നവരുടെ കേൾക്കുമാറാണമേ. ആമേൻ.